പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം ഇന്ന് കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. നിരന്തരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുന്ന കർത്താവിന് നന്ദി അർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവ് ഇനിയും ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ കൃപയുടെ സമയത്തിൽ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ഇത് കേട്ട് പീലാത്തോസ്, ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചു. അവൻ ഹെരോദോസിന്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. ആ ദിവസങ്ങളിൽ ഹെരോദോസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ഹെരോദോസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു, പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. ഹെരോദോസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. അന്നു മുതൽ ഹെരോദോസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുമ്പ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെ ഹെരോദോസ് രാജാവിൻ്റെ ഒരു ആവേശപൂർവമായ യേശുവിനെ കാത്തിരിക്കുന്ന രംഗം ലൂക്കായുടെ സുവിശേഷത്തിന് ഇതിനു മുമ്പും യേശുവിനെ പറ്റി കൂടുതലായിട്ട് കേൾക്കുന്ന ഹെരോദോസ് യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റ് സമാന്തര സുവിശേഷങ്ങളില്ലാത്ത ഒരു ഭാഗമാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത്. കാരണം ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമാണ് യേശുവിനെ വിധിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ഒരു വിചാരണയുടെ രംഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇന്ന് ഈ വചനഭാഗം നമ്മുടെ മുമ്പിൽ വായിച്ച് ധ്യാനിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി എന്തായിരുന്നു, യേശു അത്ഭുതം പ്രവർത്തിച്ചിരുന്നത് എന്ത് മനോഭാവത്തോടെയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ യേശു ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒത്തിരിയേറെ ആവേശപൂർവ്വം യേശു എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുമോ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു ഹെരോദോസ് രാജാവ്. ഹെരോദോസ് രാജാവിനെ സംബന്ധിച്ച് യേശു ഒരു അത്ഭുത പ്രവർത്തകനാണ് എന്ന് ഒത്തിരിയേറെ കേട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ അവൻ തൻ്റെ അടുത്തെത്തിയതിൽ അതിയായ സന്തോഷമാണ്. കാരണം ഇന്ന് നേരിട്ട് കാണാൻ പോകുന്ന ഒരു കാഴ്ച, അവൻ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഇന്ന് തീർച്ചയായും എനിക്കത് നേരിട്ട് കാണുവാൻ സാധിക്കും എന്നാണ് അവൻ കരുതിയത്. ഒത്തിരിയേറെ ജിജ്ഞാസയോടെ യേശുവിൻ്റെ അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവൻ. അങ്ങനെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നായിരുന്നില്ല യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനം. യേശു ഓരോ അത്ഭുതങ്ങളും പ്രവർത്തിച്ചത് ഒരു അടയാളമായിട്ടാണ്. അത് പിതാവായ ദൈവത്തിൻ്റെ കരുണാർദ്ദമായ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു യേശുവിൻ്റെ ഓരോ അത്ഭുത കൃത്യങ്ങളും. സുവിശേഷത്തിലുടനീളം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നതും അതുതന്നെയാണ്. ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം കർത്താവ് പ്രവർത്തിക്കുന്ന, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മാത്രമാണ് യേശു പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തത്. ഓരോ അത്ഭുത കൃത്യങ്ങളും അതിൻ്റെ അടയാളം തന്നെയായിരുന്നു.
യേശുവിൻ്റെ പ്രലോഭനത്തെക്കുറിച്ചാണ് ഇന്ന് ലിറ്ററേച്ചർ പ്രകാരം നമ്മൾ വായിക്കുക. ആ പ്രലോഭനങ്ങൾക്കിടയിൽ പോലും തൻ്റെ ശക്തി പ്രകടമാക്കുവാൻ അല്ലെങ്കിൽ ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഒരിക്കലും യേശു സ്വന്തമായി ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കില്ല. എന്നാൽ ആവശ്യക്കാർ കടന്നു വരുമ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്ന കർത്താവ് പിതാവായ ദൈവം അവന് കൃപ നൽകുവാൻ ആഗ്രഹിക്കുന്നു, അവനെ സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി അവൻ പ്രവർത്തിച്ചിരുന്നു. ഇവിടെ ഹെരോദോസ് രാജാവ് ഒത്തിരിയേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പല വിധത്തിലും അവനെ ചോദ്യം ചെയ്യുമ്പോഴും അവൻ മൗനം പാലിക്കുകയാണ്. ഈ മൗനം പാലിച്ചത് എന്തിനു വേണ്ടിയാണ്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് താൻ തൻ്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കുന്നത് എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അവിടെ ആർക്കും എന്നെ കമ്പൽ ചെയ്യുവാൻ സാധിക്കില്ല. പിതാവായ ദൈവം എന്താണോ എന്നിലൂടെ ആഗ്രഹിക്കുന്നത് അത് ഞാൻ കൃത്യമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. അതേസമയം ഈ ചോദ്യങ്ങളെല്ലാം അവൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ യാതൊരു ഉത്തരവും പറയാതെ അതെല്ലാം നിശബ്ദതയോടെ ഏറ്റെടുക്കുന്ന കർത്താവ് അതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? തന്നെ കാത്തിരിക്കുന്ന മരണത്തെ യാതൊരു ഭയവുമില്ലാതെ നേരിടുവാൻ ഞാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ യേശയ്യാ പ്രവാചകൻ അരുളി ചെയ്തതുപോലെ ഒരു സഹനദാസനായിട്ട് മാറുകയാണ്. അവനെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ അവൻ ഒന്നും ഉരിയാടിയില്ല എന്നാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും അവൻ ഒന്നും പ്രതികരിക്കാതെ നിശബ്ദതയോടെ അതെല്ലാം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അവന് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന്. ആ ദൗത്യത്തിന് വേണ്ടി തന്നെ ഒരു വലിയൊരാളായിട്ട് ചിത്രീകരിക്കുവാൻ അവൻ ആഗ്രഹിച്ചില്ല. താനൊരു അത്ഭുതം പ്രവർത്തിച്ചാൽ ഒരുപക്ഷേ ഹെരോദോസ് രാജാവ് അവനെ വെറുതെ വിടാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി തൻ്റെ അത്ഭുത കൃത്യങ്ങൾ അത് പിതാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കും എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു യേശുനാഥൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന ഒത്തിരിയേറെ നിമിഷങ്ങളുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുവാൻ നമ്മളെ തോന്നിപ്പിക്കുന്ന പല അവസരങ്ങളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നേക്കാം. അവിടെയെല്ലാം ക്രിസ്തുവിനെ പോലെ ഒരു മാതൃകയായിട്ട് നമ്മൾ മാറണം. ക്രിസ്തു എപ്രകാരമാണോ ഇതിനെയെല്ലാം അതിജീവിച്ചത് അതുപോലെ നമുക്കും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. ഒരു കാരണവശാലും പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഗിഫ്റ്റുകൾ ഞാൻ ഉപയോഗിക്കില്ല. കർത്താവ് പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നൽകിയിട്ടുണ്ടാകാം. പക്ഷേ അതൊരിക്കലും നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനുള്ളതല്ല, മറിച്ച് ഈ ലോക ജനതയ്ക്ക് വേണ്ടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഗിഫ്റ്റുകളാണ്. പലർക്കും രോഗശാന്തിപരവും പ്രവചനപരവും അങ്ങനെയെല്ലാം കർത്താവ് നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് എന്ന് ഉപയോഗിക്കുവാൻ തുടങ്ങുന്നു ആ നിമിഷം മുതൽ അവൻ ദൈവത്തിൽ നിന്നും അകന്നു തുടങ്ങിയിരിക്കുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, ഇവിടെ യേശുവിൻ്റെ ആ ഒരു മാതൃക പിൻചെല്ലുവാൻ പരിശ്രമിക്കുക. യേശു ഇവിടെ ഒരിക്കലും തൻ്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല. ഓരോ തവണയും അത്ഭുതങ്ങൾ അവൻ പ്രവർത്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതിലൂടെ പിതാവായ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതുമാത്രം ചെയ്യുവാനാണ് അവൻ പരിശ്രമിച്ചത്. പ്രത്യേകിച്ച് തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിച്ച ആ ഒരു നിമിഷമാണ് ഇതെല്ലാം കടന്നു വരുന്നത് എന്നോർക്കുക. അവരോട് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ എപ്രകാരമാണ് മരിക്കാൻ പോകുന്നത്, പുരോഹിതന്മാരുടെ കരങ്ങളാൽ ഞാൻ ഒത്തിരിയേറെ പീഡിപ്പിക്കപ്പെടാൻ പോകുന്നു, അതെല്ലാം പറയുമ്പോൾ ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന പത്രോസ്ലിഹായെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശിഷ്യന്മാരെല്ലാവരും തന്നെ ഇതൊരിക്കലും തങ്ങളുടെ ഗുരുവിന് സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണ്. കാരണം അവർ അത്രമാത്രം ഗുരുവിനോട് അടുത്തിരുന്നു, ഗുരുവിൻ്റെ സ്നേഹം അനുഭവിച്ചിരുന്നു. ഗുരുവിനെ പിൻചെല്ലുവാൻ എല്ലാം ഉപേക്ഷിച്ചവരാണ് അവരോരുത്തരും. അവരെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞങ്ങളുടെ ഗുരു ഇതുപോലെ പീഡാസഹനത്തിലൂടെ കടന്നു പോകണമെന്നുള്ളത്.
യേശു യഥാർത്ഥത്തിൽ ആരാണ് എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാതിരുന്ന ആ ശിഷ്യന്മാരുടെ മുമ്പിൽ കൂടിയാണ് കർത്താവ് ഇതുപോലെ പ്രവർത്തിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൽ തിന്മയുടെ അംശങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ടോ? എന്നെ തിന്മയിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? എന്നെ സ്വാർത്ഥമായ ചിന്തകളിലൂടെ വഴി നടത്തുമ്പോൾ അതിൽ പതിയിരിക്കുന്ന അപകടത്തെ തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നാം. ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ നേട്ടമുള്ള ഒരു കാര്യമല്ലേ? എൻ്റെ കുടുംബത്തിന് അതൊരു നേട്ടമല്ലേ? എൻ്റെ സുഹൃത്തുക്കൾക്ക് അതൊരു നേട്ടമല്ലേ? പിന്നെ ഞാനത് ചെയ്താൽ എന്താണ്? അങ്ങനെയെല്ലാം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയിൽ പിശാചിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. അവിടെയെല്ലാം നമ്മൾ യേശുവിൻ്റെ കരം പിടിക്കുവാൻ ശ്രദ്ധിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഈ ജനത്തിന് മുഴുവൻ പകർന്നു നൽകുവാൻ വേണ്ടി തൻ്റെ ജീവൻ പോലും ബലി കഴിക്കണം എന്ന കർത്താവിന് ബോധ്യമുണ്ടായിരുന്നു. വേണമെങ്കിൽ അവരെയെല്ലാം പ്ലീസ് ചെയ്ത് നിന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും. അവ പറയുന്നതിനെല്ലാം ആമേൻ പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു യേശുവിനെ സംബന്ധിച്ച്. നിയമജരും ഫരിസേയരും അവരുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ പറയുന്നത് 100% ശരിയാണ്, ഞാനും നിങ്ങളോട് യോജിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ അതിനൊന്നും തുനിയാതെ തക്ക സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുകയും അതോടൊപ്പം തന്നെ തൻ്റെ ദൈവികതയെക്കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്തവനാണ് കർത്താവ്. നീ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ പോലും അതിന് കൃത്യമായി മറുപടി പറയാതെ തന്നെ കാത്തിരിക്കുന്ന ആ വിധിക്ക് വേണ്ടി ക്ഷമയോടെ തന്നെ സമർപ്പിക്കുന്ന കർത്താവ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും അതുപോലെ പിതാവായ ദൈവം കരുതി വച്ചിരിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം, പൂർണ്ണമായും വിട്ടു നൽകുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കുക. ഇന്ന് ഈ കൃപയുടെ സമയത്ത് നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ മേഖലകളിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പിരിക്കാം. അതോടൊപ്പം ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ചിന്തകൾ വളർത്തുമെന്നും എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ലെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഒരിക്കലും ദൈവത്തിന് അകന്നു പോകാതെ ദൈവത്തിനോടൊപ്പം സഞ്ചരിച്ച് ദൈവത്തിൻ്റെ ചിന്തകൾ എൻ്റെ ചിന്തയാക്കി മാറ്റുകയും അതുപോലെ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.